വചനം പറയാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയ ദയക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നല്ല വചനങ്ങൾ ഇന്ന് 2 നാൾ കൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങളാണ്. നിങ്ങളെപ്പോലെ ഞാനും പ്രാപിക്കാൻ തക്കവണ്ണമാണ് കടന്നു വന്നത്. എങ്കിലും കർത്താവ് തന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്നിൽ നിന്ന് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് എഴുതാനോ വായിക്കാനോ ഒന്നിനും അറിയത്തില്ല. കർത്താവ് എന്തെങ്കിലും തന്നാലേ നിങ്ങളോട് പറയാൻ പറ്റത്തുള്ളൂ. ലൂക്കോസ് 23 യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരേ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. ഈ കാലഘട്ടത്തിൽ നമ്മളെ തലമുറകളൊക്കെയും തെറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കർത്താവ് കാൽവരിയിൽ യാഗമായ അടികൊണ്ട് ഉഴവ് ചാല് പോലെ അവൻ്റെ ശരീരം കീറി മുറിച്ചുകൊണ്ട് പച്ച കുരിശുമായിട്ട് കടന്നുപോയ യെരൂശലേം പുത്രിമാർ എന്ത് കർത്താവിനെ കുറിച്ച് നിലവിളിച്ചപ്പം കർത്താവ് തിരിഞ്ഞു നോക്കി. എൻ്റെ വിഷയം ആ തിരിഞ്ഞു നോക്കലാണ്. കാരണം ഈ മരക്കുരിശും കൊണ്ട് കർത്താവ് തിരിഞ്ഞു നോക്കണമെങ്കിൽ അത്രയേറെ വേദന. കാരണം നടക്കാൻ കഴിയുന്നില്ല, നടന്നു പോകാൻ കഴിയുന്നില്ല. എഴഞ്ഞ് ഈ വലിയ മരക്കുരിശുമായി ജനത്തിൻ്റെ ഇടയിൽ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ നടക്കാൻ പോലും കഴിയാതെ, അപ്പോഴും എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിൽ മനുഷ്യരെക്കുറിച്ചുള്ള ആ മക്കളെക്കുറിച്ചുള്ള ആ ഓർമ്മയാണ്. കാരണം യെരൂശലേം പുത്രിമാർ കർത്താവിനെ കുറിച്ച് നിലവിളിച്ച് പറഞ്ഞപ്പോൾ അവർ കർത്താവ് തിരിഞ്ഞു നോക്കി. അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞ വാക്യമാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത്. യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളും ഞങ്ങളെ മക്കളെയും ചൊല്ലി കരവീനെന്ന് കർത്താവ് പറഞ്ഞു. കാരണം 2025 വർഷങ്ങൾ പിന്നിടാൻ പോകുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആ ഒരു കൃപ ആവശ്യമാണ്, കർത്താവിൻ്റെ വചനം ആവശ്യമാണ്. കാരണം നമ്മൾ ദൈവമക്കളെന്ന് അഭിമാനപ്പെടുമ്പോഴും നമ്മൾ എല്ലാം അറിയാമെന്ന് പറയും പോലും നമ്മളെ തലമുറ എങ്ങോട്ട് പോകണമെന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം മയക്കുമരുന്നിനും മദ്യത്തിനും കർത്താവ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അന്ന് കർത്താവിനറിയാം ഇങ്ങനെ ഒരു കാലം വരും. നിങ്ങൾ അങ്ങ് താഴോട്ട് വായിച്ച് നോക്കുമ്പോൾ മക്കളെ പ്രസവിക്കാത്ത അമ്മമാർക്ക് ഭയങ്കര സന്തോഷമാണ്. ആ ഒരു കാലമാണ് വരുന്നത്. കാരണം മക്കളെ ചൊല്ലിയുള്ള ആ ഒരു വേദനയും ആ ഒരു ബുദ്ധിമുട്ടും ആ ഒരു നിലവിളിയും കർത്താവിന് അറിയാം നന്നായിട്ട്. ആ ഒരു കാലം വരുമെന്ന് കർത്താവിന് അന്നേ അറിയാം. കാരണം കർത്താവിൻ്റെ വാക്കുകൾക്കും ഭയങ്കര ശക്തിയാണ്. കാരണം അവൻ്റെ ഓരോ വചനത്തിനും ശക്തിയുണ്ട്, ജീവനുണ്ട്, അധികാരമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വിശ്വസിച്ച് നോക്കുമ്പോൾ മക്കളെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ നാളുകളൊക്കെ ഈ സഭയിൽ വെളിപ്പെടുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ്. കർത്താവിനകത്ത് എന്തോ ആഗ്രഹമുണ്ട് അനേകം തലമുറകളെ വീണ്ടെടുക്കാൻ. കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും താമസിച്ച് പോയാൽ നാളെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത് കർത്താവിൻ്റെ നാമം മഹത്തീകരിക്കേണ്ടതാണ് നമ്മളെ തലമുറ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവ് ദൈവത്തിൻ്റെ തലമുറ കർത്താവിൻ്റെ ദാനമാണ്, സമ്പത്താണ്, എന്നൊക്കെ അനുഗ്രഹമാണ് എന്നൊക്കെ വചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ തലമുറ എങ്ങോട്ട് പോകണം? അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആദ്യം നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് നമുക്ക് വേണ്ടി നിലവിളിക്കണം, പ്രാർത്ഥിക്കണം. കാരണം എന്തെന്നറിയാമോ? ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമ്മൾ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അവർ എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം അവരെങ്ങോട്ടെങ്കിലും പോട്ടെ എന്നില്ലെങ്കിൽ നമ്മളും ചിന്തിച്ച് അവരെ കൂടെ നമ്മളും സഞ്ചരിക്കേണ്ടി വരും. കാരണം എൻ്റെ ജീവിതത്തിൽ പഠിച്ചാണ് നിങ്ങളോട് പറയണത്. എൻ്റെ 2 തലമുറയും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അനേകം പ്രതികൂലങ്ങളും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയി. അതിൻ്റെ ഇടയിലും മധ്യസ്ഥത അണയ്ക്കാൻ ഞങ്ങളുടെ സഭയും ഒരു സമയത്ത് ഞങ്ങൾക്ക് സഭയുണ്ടായിരുന്നു, പിന്നെ ദൈവദാസനുണ്ടായിരുന്നു, അനേകം മക്കളുണ്ടായിരുന്നു. അതിനുപരിയായിട്ട് വചനം കേട്ട് മാനസാന്തരപ്പെട്ട് അടിയങ്ങളും എൻ്റെ തലമുറയ്ക്ക് വേണ്ടി അടിയങ്ങളും എല്ലാവരും ഉറങ്ങുമ്പോൾ എൻ്റെ മകൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ എണീക്കും. ചിലപ്പോൾ അവർ പുറത്ത് പോകാനോ ബാത്റൂം പോകാനായിരിക്കുമ്പോഴായിരിക്കും ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണേ. അങ്ങനെ ഒരു കാലഘട്ടങ്ങളൊക്കെ എനിക്ക് അതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നിട്ടും ദൈവം അവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചു. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളെ മക്കൾ അവർ തെറ്റ് ചെയ്യും, അവർക്ക് അറിയത്തില്ല. അറിയേണ്ട പ്രായം എത്തുമ്പോൾ എല്ലാം അറിയാമെന്നുള്ള പ്രായം എത്തുമ്പോൾ ഒരു 30, 35, 40 വയസ്സൊക്കെ ആവും. അതുവരെയും അവർക്കൊരു എന്താണ് മാതാപിതാക്കൾ
മാതാപിതാക്കളോടത്ത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എൻ്റെ അമ്മ അടിക്കുമോ, എൻ്റെ അച്ഛൻ അടിക്കുമോ എന്ന് പറഞ്ഞിട്ട് അവരെ മനസ്സും ഇങ്ങനെ വിതമ്പി വരുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ അവരെ സ്നേഹിക്കണം. സ്നേഹം എന്ന് പറയുന്നത് എന്താ? കർത്താവ് നമ്മളെ സ്നേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് സിസ്റ്റർ പറഞ്ഞതുപോലെ സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു. അപ്പം നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മളെ എല്ലാം പൊറുക്കണം, എല്ലാം സഹിക്കണം. അവരോടത്ത് നമ്മളെ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അച്ഛനും അമ്മയ്ക്കും ക്ഷമിക്കേണ്ട ബാധ്യത ദൈവം തന്നിട്ടുണ്ട്. കാരണം ഒരു ദിവസം ദൈവം ന്യായ വിസ്താരത്തിൽ നമ്മളെ വിളിക്കുന്ന ന്യായത്തിനായിട്ട് വിളിക്കുമ്പോൾ ദൈവം ചോദിക്കും, ഞാൻ നിനക്ക് തന്ന തലമുറ എവിടെയെന്ന് ദൈവം ചോദിക്കേണ്ട ഒരവസരം ദൈവം ഒരുക്കും. അപ്പം അത് നമ്മൾ വചനത്തിൽ കൂടെ കണ്ടുപിടിച്ച് നമ്മൾ അവരെ പ്രാർത്ഥിക്കണം, നിലവിളിക്കണം. ഇത് പ്രാർത്ഥനയല്ലാതെ അവരെ മടക്കിക്കൊണ്ട് വരാൻ വേറെ ഒരു വഴിയും ഇല്ല. അടി കൊടുത്തെന്ന് പറഞ്ഞിട്ടോ അവരെ ശാസിച്ചെന്ന് പറഞ്ഞിട്ടോ ഒന്നും വേറെ ഒറ്റ വഴിയും ഇല്ല, വേറെ ഒരു വഴിയില്ല. വേറെ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചിരുന്നാലും പ്രാർത്ഥനയിലല്ലാതെ അവരെ മടക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിയല്ലാതെ വേറെ ഒന്നുമില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട്. അവർ ഓരോ വിദ്യാഭ്യാസത്തിൽ എന്നെ വിളിക്കുമ്പോൾ അമ്മ ഞാൻ തോറ്റുപോകുമെന്ന് ടീച്ചർ എന്നെ പറയുകയാണ്. കരഞ്ഞ് വിളിച്ചുകൊണ്ട് എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും, മക്കളെ അതൊക്കെ വെറുതെയാണ്, യേശു നമ്മളെ കൂടെ ഉണ്ട്, നീ ധൈര്യപ്പെട്. ഏറ്റവും പുറകിലൊരു മനുഷ്യൻ പോയാൽ എൻ്റെ കർത്താവ് ഏറ്റവും മുമ്പിൽ കൊണ്ടുവരും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ലോകത്ത് എല്ലാവരും മക്കൾ എന്ത് ചെയ്യും? എല്ലാ ദാനങ്ങളും കൊടുക്കും. പക്ഷേ അവർക്കൊന്നും കൊടുക്കാൻ കഴിയത്തില്ല. എന്തെന്ന് പറയുമ്പോൾ യേശുവിനെ അവർക്ക് അത് കൊടുക്കാം. പക്ഷെ നമ്മളെ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് യേശുവിനെ. അത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അവരെ എന്ത് ചെയ്തിരുന്നാലും അതൊന്നും ദൈവം അംഗീകരിക്കൂല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പത്തി 1 മുതൽ 31 വാക്യം വരെ ഉണ്ട്. ഒരു ദിവസം ഒരു അധ്യായം വെച്ച് ഓരോ കുഞ്ഞുങ്ങൾ വായിക്കാം, അവരെ പഠിപ്പിക്കണം. 1 മാസം കൊണ്ട് അത് തീരും. അപ്പം അതിൽ കുഞ്ഞുങ്ങൾ മടങ്ങി വരേണ്ടതെല്ലാം അതിലുണ്ട്, ആ വചനത്തിലുണ്ട്. അതാകുമ്പോൾ സദസ്യവാക്യമാകുമ്പോൾ ആർക്കും പെട്ടെന്ന് മനസ്സിലാവും, ഗ്രഹിക്കാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ അതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപയോടെ മാത്രമേ നമുക്കത് മനസ്സിലാവും. സദർശ്യവാക്യം അങ്ങനെയല്ല. ഏത് കുഞ്ഞിനും ഏത് വലിയവർക്കും അത് പെട്ടെന്ന് മനസ്സിലാക്കാം. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച് വചനം എന്ത് പറയുന്നു അതെല്ലാം മനസ്സിലാക്കാം. അത് ആ സദർശ്യവാക്യങ്ങളിലുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ മക്കൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം, നിലവിളിക്കണം. രാത്രിയാമങ്ങളിൽ എണീറ്റിരുന്ന് ദൈവത്തോട് കരയണം. കർത്താവേ, ഈ പാപം നിറഞ്ഞ ലോകത്ത് എൻ്റെ തലമുറ തെറ്റിപ്പോവാൻ അനുവദിക്കല്ലേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മളെ തലമുറകൾക്ക് വേണ്ടി വിളിക്കണം. കാരണം നിലവിളിയുടെ ശബ്ദം കേട്ട് എൻ്റെ കർത്താവ് നിന്നതായിട്ട് ബൈബിള് പറയണം. കുരുടൻ നിലവിളിച്ചു, കർത്താവ് അവിടെ നിന്ന്. പിന്നെ രക്തസ്രാവക്കാരി തൊട്ട് യേശു ഒന്ന് തിരിഞ്ഞു നോക്കി. അവളെ ഉള്ളം കൊണ്ടാണ് അവൾ തൊട്ടപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. നമ്മളെ ഉള്ളം കൊണ്ട് വിളിക്കുന്ന നിലവിളി ദൈവം ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കും. പിന്നെ ഒരു കാര്യമെന്ന് പറയണത്, നമ്മളെ മക്കളെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ അത്രയും സ്നേഹിക്കണം. കാരണം 10ന് 1 മാർക്ക് മാച്ചുകൊണ്ടായിരിക്കും നമ്മളെ കുഞ്ഞ് പേടിച്ച് വിറച്ച് നമ്മളെ ഭവനത്തിലേക്ക് കയറി വരുന്നത്. അപ്പം എന്ത് ചെയ്യും? നമ്മളെ പിടിച്ച് നീ പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അടി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അടുത്ത പ്രാവശ്യം മക്കളെ നീ ഇന്ന് 1 വാങ്ങിയുള്ളൂ, അടുത്ത പ്രാവശ്യം നീ എന്തിന് 10ന് 10 വാങ്ങി എന്ത് ചെയ്യണം? അവരെ സ്നേഹിച്ച് അവരെ തലോടി ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെ കൊടുക്കുമ്പോൾ അവരെ മനസ്സൊന്ന് തണുക്കുമ്പോൾ എന്ത് ചെയ്യണം? ചോറ് വാരിക്കൊടുക്കാൻ പറ്റുമെന്നുള്ളവർക്ക് ഉരുട്ടി മടിയിലിരുത്തി അവർക്ക് കൊടുക്കണം. കാരണം അവരുടെ മനസ്സിനെ നമ്മൾ പിടിച്ചെടുക്കണം. കാര്യം എന്തെന്നറിയാമോ? മനസ്സ് പിടിച്ചെടുക്കുമ്പോൾ അവർ ഏത് നിലയ്ക്കോട്ടോ പോകുന്നത് നമുക്കറിയാൻ പറ്റും. അതല്ല അവർ എങ്ങനെയെങ്കിലും അങ്ങ് പോട്ടെ, ഞാനും ജോലിയാണ്, എനിക്ക് വീട് തിരക്കാണ്, എനിക്ക് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മക്കളെ നീ പടി, നീ ഇരുന്നോ എന്ന് പറഞ്ഞ് അവരെ വിടരുത്. എത്രമാത്രം അവരെ സ്നേഹിച്ചണയ്ക്കാൻ പറ്റുമോ അണയ്ക്കണം. എന്നിട്ട് കർത്താവിൻ്റെ വചനം അവരെ വിട്ട് വായിപ്പിക്കണം. കാരണം എൻ്റെ മോക്ക് എനിക്ക് വായിക്കാൻ അറിയത്തില്ല,
കാരണം അവർ ഹോസ്റ്റലിൽ നിന്നാണ് 5 മുതൽ PG വരെ ഇവൾക്ക് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അവൾ 2 മാസം സ്കൂൾ അടയ്ക്കുമ്പോൾ 2 മാസമാണ് എനിക്ക് കിട്ടുന്ന 10 ദിവസം ക്രിസ്മസിന് ഓണത്തിന്. അവർ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഞാൻ അവരെ വിട്ട് വചനം വായിച്ചിട്ട് സഭയിൽ കൊണ്ട് ഇരുത്തിയിട്ട് അവരെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് ഞാൻ ബാക്കിലിരിക്കും. ഇരുന്നിട്ട് വരെ അവരാരാധിപ്പിക്കും. ആരാധിച്ചില്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് എന്ത് ചെയ്യുന്ന അവരെ ശാസിക്കും. എന്ത് നീ മിണ്ടാതെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം എൻ്റെ കർത്താവിനെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. കാരണം അനേകം പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ അതിൻ്റെ നിലവിൽ അവർ നിവർന്ന് നിൽക്കുമെങ്കിൽ നമ്മുടെ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കണം. അവർ കുറച്ച് ദിവസം അവർ മാറിപ്പോയാലും കർത്താവ് സമയമാകുമ്പോൾ നമ്മളെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അവരെ കർത്താവിലേക്ക് അടുപ്പിക്കും. അതിൻ്റെ കർത്താവ് ആ ഒരു അനുഭവത്തിൽ നിന്നാണ്, എൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം കർത്താവ് ചോദിക്കും, നിൻ്റെ തലമുറ നശിച്ചു പോവാൻ നമ്മൾ കാരണം ഒരിക്കലും ആവരുത്. പ്രശ്നങ്ങളുണ്ട്. കർത്താവ് വിളിച്ച് വേർതിരിക്കുമ്പം നമ്മൾ പറഞ്ഞതുപോലെ ദൈവമക്കൾക്ക് പ്രശ്നമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. ആ പ്രശ്നങ്ങളൊക്കെയും തരണം ചെയ്ത് നമ്മളെ വീട്ടിൽ നിന്ന് സുവിശേഷം തുടങ്ങണം. നമ്മളെ മക്കളെ ഞാൻ മുമ്പൊക്കെ താറ്റ് കൊടുക്കാൻ പോകുമായിരുന്നു. ഞങ്ങളുടെ ദേശത്തും കൊടുത്തിട്ടുണ്ട്, അല്ലാതെയും കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ ഞാൻ ഒരു ചിന്ത ഇങ്ങനെ എൻ്റെ ചിന്ത ഞാൻ എല്ലാവർക്കും താറ്റ് കൊടുക്കുന്നത്, എൻ്റെ വീടെന്ത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ താറ്റ് നിർത്തിയിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. നാളെ കാലത്ത് നമ്മൾ താറ്റ് കൊടുക്കുമ്പോൾ അവരൊക്കെ നിൻ്റെ മക്കളും നിൻ്റെ കുടുംബവും എവിടെ പോയി, അവരാദ്യം മാനസാന്തരപ്പെട്ട് കൊണ്ടുപോകാമെന്ന് പറയാം. അങ്ങനെ ഒരു ദൈവമക്കൾ വയ്ക്കല്ലേ. എന്ത് പാവമായിരുന്നാലും എന്ത് കുറ്റം തന്നെ നമുക്ക് ഒരിക്കലും അവരെ തലമുറ ചെയ്യാൻ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തിരുന്നാലും നമ്മൾ ക്ഷമിക്കണം. കാരണം ഇന്നത്തെ പോക്ക് വല്ലാത്തൊരു പോക്കാണ്. തെറ്റിപ്പോയാൽ നമ്മളെ കൈവിട്ട് പോയാൽ നമുക്ക് നിലവിളിക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്തൊന്നും ഇത്രയും പ്രതികൂലം കുഞ്ഞുങ്ങളെ തലമുറകളിൽ ഇല്ല. ഒരടി കൊടുത്താലോ എന്തെങ്കിലും പറഞ്ഞാലോ അവർ മടങ്ങി വരും. ഇന്ന് അങ്ങനെയല്ല. ഓരോ അമ്മമാർ കിടന്ന് നിലവിളിക്കുന്നതും അച്ഛന്മാർ പറയണതെല്ലാം നമ്മൾ വാർത്തയിൽ കൂടെ കാണുന്നതാണ്. അപ്പോഴൊക്കെ എൻ്റെ ഹൃദയം, ഞാൻ ദൈവത്തോട് നന്ദി പറയും. ഞാനും ഇങ്ങനെയൊക്കെ ആയി തീരാനുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഇത്രയും പ്രതികൂലം വന്നിട്ടും പ്രതിസന്ധി വന്നിട്ടും അവർ മാറാതെ ദൈവം അവരെ ചേർത്ത് പിടിച്ചു. കാരണം 4.5 വർഷം എൻ്റെ കുഞ്ഞ് ബാംഗ്ലൂർ പഠിക്കാൻ പോയി. BSc നേഴ്സിനെന്ന് പറഞ്ഞ് അവൾ പോയി. സ്നാനപ്പെട്ട് 10 വയസ്സിൽ സ്നാനപ്പെട്ട് ആഭരണമെല്ലാം മാറ്റി ദൈവകൃപയിൽ നിന്ന കുഞ്ഞാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് അവൾ ഇനി ഒരിക്കലും തിരിച്ച് മടങ്ങി വരില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു സഭയും ഒരു ദേവദാസനുണ്ട്. ആ ദേവദാസൻ പരസ്യമായിട്ട് പറഞ്ഞു, നിങ്ങളെ മകൾ ഇനി ഈ ലോകത്ത് വരൂല എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ദൈവദാസന്മാർ ദൈവകൃപയിലും അല്ലാതെയും അവർ ഉപദേശം പറയും. എല്ലാം അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. അവർ പറയുന്ന ഓരോ കാര്യം വചനമായി അനുസരിക്കാൻ വായിക്കാൻ അറിഞ്ഞൂടെങ്കിലും നമ്മൾ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം, അവർ പറഞ്ഞത് ശരിയാണോ എന്ന്. അപ്പോൾ എന്ത് ചെയ്യും? ദൈവം വെളിപ്പെടുത്തും, വചനത്തിലൂടെ നമ്മളെ വെളിപ്പെടുത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലുമില്ല. കാരണം എൻ്റെ ദേശത്ത് എൻ്റെ കർത്താവാണ് വെളിപ്പെടുത്തിച്ചത്. ഞങ്ങളുടെ ദേശത്ത് നാണം കെടുവാൻ ജാതികളെ ഇടയിൽ ഒരിക്കലും എൻ്റെ ദൈവം സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് 4.5 വർഷം പഠിച്ച് 4.5 വർഷം കൊണ്ട് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ മണിക്കൂറോളം പ്രാർത്ഥിക്കും. എന്തോ ഒരു കൃപ എനിക്ക് തന്നു. പക്ഷേ അവൾ പഠിച്ച് പൂർത്തീകരിച്ച് അവൾ നാട്ടിൽ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ കാര്യം എന്തെന്നറിയാമോ? അമ്മ, എനിക്ക് ബാംഗ്ലൂർ ജോലി ചെയ്താൽ മതി, നല്ല സ്ഥലമാണ്, 1 വർഷം ഞാൻ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു, ഇല്ല പറ്റൂല മക്കളെ, നിന്നെ അവിടെയാണ് അയച്ചത് എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞ ആ ഒരു ഇത് എൻ്റെ മനസ്സിലേ ഉള്ളൂ, വേറെ ആരെങ്കിലും ഇല്ല. എൻ്റെ ചേട്ടൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റില്ല. അപ്പോഴേ പറഞ്ഞു. അപ്പം എൻ്റെ ചേട്ടൻ നല്ലപോലെ വിലക്കി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് വിലക്ക്, അവൾ കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാമെന്ന് ഞാൻ വില എന്ന് പറഞ്ഞു. മക്കളെ പോണ്ട മക്കളെ, ആ പഠിത്തം കഴിഞ്ഞു. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, അവൾ ജോലിക്ക് പോയി
കേട്ടില്ല, നമ്മൾ ആരും വന്നിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ച് 25-ൻ്റെ അന്ന് അവൾ കൊണ്ടുപോയ എല്ലാം തിരിച്ചവിടെ ഇട്ടിട്ട് മടങ്ങി വന്ന്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി ഒന്ന് നിങ്ങൾ അറിയണേ. യൗവനക്കാരിയാണ്. ആ ദൈവദാസം പറഞ്ഞ വാക്ക് എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ച്, കർത്താവേ, എൻ്റെ ദേശത്ത് അങ്ങനെ ഒരു സംഭവം നടക്കരുത്. പക്ഷേ ആ കാര്യം 3 ദിവസത്തെ അവിടെ സുവിശേഷ യോഗം വെച്ചപ്പോൾ അതിലും പറഞ്ഞ്, ഈ ദേശത്തുനിന്ന് ഒരു കുഞ്ഞ് ഈ ലോകം വിട്ട് കടന്നു പോകും, വേറെ ദേശത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ അതങ്ങനെ തന്നെ സംഭവിച്ച്. എവിടെ പോയെന്നറിയാമോ? ആ ദൈവമാണ്. അപ്പം നമ്മളെ തലമുറയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ജാഗ്രതയോടെ സ്നേഹത്തോടെ അവരെ പരിപാലിക്കണം. കാര്യം നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ ന്യായത്തിൽ നിൽക്കേണ്ടി വരും. കാരണം കർത്താവ് ന്യായം വിധിക്കുന്നത് നമ്മളെ ചിന്തയെ ന്യായം വിധിക്കും, നമ്മളെ വാക്കുകളെ ന്യായം വിധിക്കും, നമ്മളെ ഹൃദയ രഹസ്യങ്ങളെ ന്യായം വിധിക്കും, നമ്മൾ പ്രവർത്തികളെ ന്യായം വിളിക്കും. അത് നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങ് സംസാരിച്ചിരിക്കണില്ലേ? ഒരിക്കലും ഇതാണ് ആവശ്യമില്ലാത്തതൊന്നും സംസാരിക്കരുത്. നമ്മൾ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ ദൈവകൃപ ചോർന്ന് പോകാനുള്ള ആ ഒരൊറ്റ വഴിയാണ്, നമ്മളെ ദൈവകൃപ ചോർന്ന് പോവേണ്ട ഒറ്റ വഴിയാണ്. നമുക്ക് ഈ ലോകത്തൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ തലമുറ അവിടെ കൊണ്ടെത്തിക്കുക. അത് മാത്രമേ ഉള്ളൂ നമ്മളെ പ്രത്യാശ. അവർ നമ്മളെ കൂടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ചെറിയ പ്രാർത്ഥനയൊന്നുമല്ല. നഷ്ടപ്പെട്ടു പോലെ എല്ലാം നല്ല സ്വയബോധത്തോടെ തന്നെ നിൽക്കും. ദൈവം പ്രവൃത്തിയുടെ പുസ്തകം തുറക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ അവിടെ ന്യായവിധിക്കും. നമ്മൾ ഒരിക്കലും അതിനായിട്ട് ന്യായവിധിയിലാകപ്പെട്ടു പോകരുത്. അതുകൊണ്ട് നമ്മളെ കൊച്ചുങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ സഭയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ നിൽക്കുന്ന മേഖലയ്ക്ക് അപകടം നിറഞ്ഞതാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഈ നാളുകളിൽ സഭയിൽ പിന്നെ ഈ 1.5 മാസം കൊണ്ട് നടക്കുന്ന എല്ലാ ആരാധനയിലും തലമുറയെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചുമാണ് ദൈവദാസിയിൽ കൂടെ സഭയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ട്. കാരണം തലമുറകൾ നശിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലായിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വരുന്ന പ്രതികൂലത്തിൽ ദൈവം ഒരു കാര്യം ചെയ്യും. നമ്മളെ ഒരു പ്രതികൂലം വരണേന് മുമ്പ് നമുക്കൊരു മയക്കം വരും, ഒരു ഉറക്കം വരും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു പിശാചിൻ്റെ ഒരു തന്ത്രം, അതാ സിസ്റ്റർ പറഞ്ഞതുപോലെ തന്ത്രം. ആ തന്ത്രം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളണം. എന്തോ നമുക്ക് പിശാച് ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് കണ്ടുണർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ദൈവഭാഗത്ത് ദൈവം വിളിച്ച് വേർതിരിക്കുന്ന മക്കൾക്ക് ചുമ്മാ അങ്ങ് നിൽക്കാൻ പറ്റത്തില്ല. ദൈവരാജ്യം ചുമ്മാ അങ്ങ് പിന്നെ പ്രാപിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഇടയിൽ പ്രാർത്ഥനയും കണ്ണുനീരും നിലവിളിയും നമ്മൾ ചാവേണ്ടടുത്ത് ചത്തുകൊടുത്ത് നമ്മൾ ദൈവകൃപ മാത്രം നമുക്ക് മതി, ദൈവം മാത്രം മതി എന്നും പറഞ്ഞ് ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം. നമ്മൾ എങ്ങനെ അത് സാധിക്കുന്നു? കർത്താവിൻ്റെ വചനത്തിൽ സാധിക്കണം. സ്വയം നമ്മളെല്ലാവരുടെയും താരേണ്ടടുത്തൊക്കെ താന്നു കൊടുക്കണം. പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാപിക്കുമ്പോൾ നമുക്ക് കീഴടങ്ങിയിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അല്ലാതെ നമ്മൾ പറയാത്തടുത്ത് പോവാത്തടുത്തൊന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. നമ്മൾ പറയണം, നമ്മളിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ അത് ഇറങ്ങി വരും. നമ്മളെ അതിലാണ് പരിശുദ്ധാത്മാവ് ഇരിക്കണം, കർത്താവ് തന്നിരിക്കുന്നത്. അത് എല്ലായിടത്തും നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ സഭയിലോ നമ്മൾ ആരാധനയിലും അതിൽ മാത്രമൊക്കെ ദൈവം പറയുന്ന ഓരോ ഘട്ടങ്ങളിലെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തടത്തും ഒന്നും നമുക്കത് പറയാൻ പറ്റില്ല. അത് നമ്മളെ കൈക്ക് ദൈവം ചേർന്നിരിക്കണം. ആ വചനം അത് ബൈബിളിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയും, നമ്മളെ മക്കൾക്ക് വേണ്ടി എത്രമാത്രം പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രയും പ്രാർത്ഥിക്കണം. കാരണം എൻ്റെ കൊച്ചി ഇവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പാടിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അവൾ എത്രത്തോളം പുറന്നോട്ട് പോയെന്നറിയാമോ? പക്ഷേ കണ്ണുനീരും പ്രാർത്ഥനയും അതെനിക്ക് നന്നായിട്ട് അറിയാം. കർത്താവ് വെളിപ്പെടുത്തി തരും. കാരണം നമ്മൾ അകത്തിരുന്ന്
പ്രാർത്ഥിക്കുമ്പോൾ എന്തെന്ന് പറയുമ്പോൾ കർത്താവ് ഓരോ കഷ്ടങ്ങളിലും ഓരോ പ്രതികൂലങ്ങളിലും നമ്മൾക്ക് വെളിപ്പെടുത്തി തരും. സ്വപ്നത്തിൽ കൂടെ, ദൈവദാസിയിൽ കൂടെ, ആരെടുത്തെങ്കിലും നമുക്ക് വരുന്ന പ്രതികൂലത്തെ, നമുക്ക് തലമുറകൾക്ക് വരുന്ന പ്രതികൂലത്തെ ദൈവം വെളിപ്പെടുത്തി തരും. അല്ല ചുമ്മാ അല്ല ഇരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് വേണ്ട ഈ പ്രതികൂലം നമുക്ക് വരാൻ പോണെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ പ്രാർത്ഥന കൂട്ടിയിട്ട് ദൈവവചനം കിട്ടുന്ന സമയങ്ങളൊക്കെയും ദൈവത്തോട് അടുത്തിരിക്കണം. അങ്ങനെ ഒരു സമയം നമ്മൾ കണ്ടെത്തണം. നമ്മളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മളെ കുടുംബത്തിനുള്ളവരോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ പ്രസംഗത്തിൽ നിന്നും വിരമിക്കുന്ന എൻ്റെ ഈ സമയം കർത്താവ് ദൈവം വചനം പറയാൻ എനിക്ക് തന്ന സഭയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തുന്നു.